അരവിന്ദ് കെജ്രിവാളിനെ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യ മുന്നണി കൂടിയിരുന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഹരിയാന, പഞ്ചാബ്, ദില്ലി, പഞ്ചാബിലെ ഏറ്റവും അവസാന ഘട്ടം 7ാം ഘട്ടത്തിലാണ്, ജൂൺ 1-നാണ് നടക്കുന്നത്. മറ്റേ ഹരിയാനയിലും ദില്ലിയിലും 25-ാം തീയതിയാണ്, മെയ് 25-ാം തീയതി 6ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ 2-3 സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്കും കിട്ടാവുന്ന പരമാവധി, അല്ലെങ്കിൽ ഹരിയാനയിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം അഗർവാൾ സമാജ് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഹരിയാനയിൽ കുറേ അഗർവാൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തെ ഉപയോഗിക്കാവുന്നതാണ്. കോൺഗ്രസ്സാണ് അവിടെ 9 സീറ്റുകളിൽ മത്സരിക്കുന്നത്. 1 സീറ്റിൽ മാത്രമാണ് അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും അരവിന്ദ് കെജ്രിവാൾ പോയി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുമോ? ഇത് ഇന്ത്യ മുന്നണി കൂടിയിരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ നടത്തിയാൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം കുറച്ചുകൂടി ഫലപ്രദമായി പലപ്പോഴും ഈ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതിൽ കുറച്ചുകൂടി ഫലപ്രദമായി അദ്ദേഹത്തിന് കഴിയാറുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം വാരണാസിയിൽ പോയി 2014 തന്നെ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് വരാൻ പറ്റി. അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും BSP ഒക്കെ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും അദ്ദേഹമാണ് 2ാം സ്ഥാനത്ത് അന്ന് വന്നത്. അപ്പോൾ ആ ഒരു കഴിവ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഈ നരേന്ദ്രമോദി പലപ്പോഴും വളരെ ഈ എന്താ പറയുന്നത്, മതചിഹ്നങ്ങളെ കൂട്ടുപിടിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പരാമർശങ്ങൾക്കൊക്കെ ഇപ്പോൾ രാമൻ ജയ് ശ്രീരാം പറയുമ്പോൾ തിരിച്ച് ജയ് ബജറംഗ് ബലി പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ സമീപനം, അത് ഉത്തരേന്ത്യയിലേക്കുള്ള ഈ ഒരു സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറയുന്ന, ഇപ്പോൾ സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉള്ള ഒരു ടെർമിനോളജി അല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ഇവിടെ ഈ DMKയുടെ ദ്രവീഡിയൻ മൂവ്മെന്റ് സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ട് പറയുമ്പോൾ അതല്ല ഉത്തരേന്ത്യയിൽ സനാതനധർമ്മം എന്ന് വെച്ചാൽ. ഉത്തരേന്ത്യയിൽ സനാതനധർമ്മം എന്ന് വെച്ചാൽ അത് മിലിറ്റന്റ് അല്ലാത്ത ആര്യ സമാജത്തിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസിൽ അവിടെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു വളരെ വിശാലമായ ഹിന്ദു കാഴ്ചപ്പാടിനെയാണ് അവിടെ സനാതനധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഒക്കെയുള്ള ഈ ഒരു മതചിഹ്നങ്ങളെയൊക്കെ ഉപയോഗിച്ച് അതുപോലെയുള്ള വോട്ടർമാരെ BJPക്ക് പലപ്പോഴും വേറെ ഓപ്ഷനില്ലാത്തത് കൊണ്ട് വോട്ട് കുത്തുന്ന ആൾക്കാരെയൊക്കെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു നേതാവിനുണ്ട്. അത് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.